PB അംഗം A. വിജയരാഘവൻ ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. ഈ കാലയളവിൽ ദീർഘകാലം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് പിണറായി വിജയനായിരുന്നു. എല്ലാ രംഗത്തും RSS കെട്ടഴിച്ചു വിട്ട അക്രമോത്സുകതയെ കൃത്യമായി പ്രതിരോധിച്ച് തോൽപ്പിച്ചതാണ് CPIMന്റെ ചരിത്രം. 200-ലധികം CPIM പ്രവർത്തകർ ആ പോരാട്ടത്തിൽ ജീവൻ നൽകിയിട്ടുണ്ട്. കേരളത്തിൻ്റെ രാഷ്ട്രീയ ഗതിയിൽ ഒരു സന്ദർഭത്തിലും RSSുമായി ഏതെങ്കിലും തരത്തിലുള്ള നീക്കുപോക്കുകൾക്ക് തയ്യാറാവാതിരുന്ന പാർട്ടിയാണ് CPIM. അതുകൊണ്ട് തന്നെ CPIMന്റെ മതനിരപേക്ഷ നിലപാടിനെ സംബന്ധിച്ച് കേരളത്തിൽ ആർക്കും അവിശ്വാസം ഉണ്ടാവില്ല. പക്ഷെ ഇവര് എല്ലാവരും ഒരേ സ്വരത്തിൽ RSSും CPIMും തമ്മിൽ എന്തോ ബന്ധമുണ്ടാക്കാൻ ശ്രമിച്ചു എന്ന് ആക്ഷേപിക്കുക. ഈ ആക്ഷേപിക്കുന്ന വിദ്വാൻമാർ സ്ഥിരമായിട്ട് RSSുമായിട്ട് വോട്ട് കച്ചവടം നടത്തിയവരാണ്. സ്ഥിരമായിട്ട് RSSുമായിട്ട് വോട്ട് കച്ചവടം നടത്താത്ത ഒരാൾ പോലും ഇന്നത്തെ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വ നിരയിലില്ല. എല്ലാ നേതാക്കന്മാരും RSS ബാന്ധവം പുലർത്തിയിട്ടുള്ള പാർട്ടിയാണ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി. അതവർ മറക്കരുത്. ഇപ്പം ഇവിടെ ഒരു BJP സ്ഥാനാർത്ഥി തൃശ്ശൂർ ജയിച്ചല്ലോ. ആ സ്ഥാനാർത്ഥി ജയിച്ചപ്പോൾ കോൺഗ്രസിൻ്റെ 86,965 വോട്ട് കാണാനില്ല. കുറച്ച് വോട്ടല്ല, ഈ വോട്ട് കോൺഗ്രസ് അങ്ങോട്ട് കൊടുത്തതാണ്, കോൺഗ്രസ്സുകാരങ്ങോട്ട് കൊടുത്തതാണ്. അതിൻ്റെ ഉത്തരവാദിത്വം CPIMനാണോ? അതല്ലേ സഖ്യം? അതല്ലേ RSS ബാന്ധവം?